ഹലോ, രുചിനേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഈവനിങ് സ്നാക്ക് ആകണമെങ്കിൽ ഈവനിങ് സ്നാക്ക് നമ്മുടെ ഇഷ്ടമാണ്. ബാക്കി വരുന്ന ദോശമാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, റാഗിപ്പൊടി ഉണ്ടെങ്കിൽ, ഓട്സ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണിത്. നമ്മൾ ബാക്കി വന്നിരിക്കുന്ന ദോശമാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ റാഗി വേണ്ട, ആ റാഗിയെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ബാറ്റ് നമുക്ക് നമ്മുടെ ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റായിട്ട് ദോശമാവിലേക്ക് റാഗിപ്പൊടി ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു കട്ട പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് നന്നായിട്ട് മിക്സായി വരാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അതിലേക്ക് നമുക്ക് ഓട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. വെറുതെ ഓട്സൊക്കെ പാലൊഴിച്ച് കുടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഓൾറെഡി നമ്മൾ ദോശമാവിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ ഇവിടെ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്, അതുപോലെ തന്നെ ഒരു പച്ചമുളകും കറിവേപ്പിലയും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റോ എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ദോശക്കല്ല് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.